ആദരണീയരായ വേദിയിലുള്ള ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, ജാഫർ സാർ, സുബ്ഹാൻ സാർ അടക്കമുള്ള ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, SKSSFൻ്റെയും സമസ്തയുടെയും ബഹുമാന്യരായ പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, നമ്മളിവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്നും നാളെയും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തിനാണ് വീണ്ടും വീണ്ടും വിദ്യാഭ്യാസം ഓരോ തവണയും ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടി മാത്രമേ ഉള്ളൂ. കാരണം വിദ്യാഭ്യാസത്തിന് മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കാനും ഒരു ചേഞ്ച് മേക്കറായി നമ്മുടെ ജീവിതത്തിലേക്ക് വരാനും കപ്പാസിറ്റി ഉള്ളത്. നമ്മൾ അത്രയേറെ പണം വിദ്യാഭ്യാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ ആയുസ്സിൻ്റെ ഗണ്യമായൊരു ഭാഗം തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് അതിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വീണ്ടും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇന്ത്യയുടെ കാര്യം തന്നെ നോക്കൂ. ഇന്ന് ഇന്ത്യയിൽ 1.5 മില്യൺ സ്കൂളുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് 15 ലക്ഷം സ്കൂളുകൾ. പക്ഷെ നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ചൈനയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആകെയുള്ളത് 2.5 ലാക്ക് സ്കൂളാണ്. 2.5 ലക്ഷം സ്കൂളുകൾ മാത്രമേ ചൈനയിലുള്ളൂ. പക്ഷെ നമ്മുടെ ലോകരംഗത്തെ സ്കൂൾ അസസ്മെൻ്റ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, 15 ലക്ഷം സ്കൂളുകളുള്ള ഇന്ത്യ പലപ്പോഴും ബോട്ടം 5-ലാണ് നിൽക്കുന്നത്. ബട്ട് ചൈന ബിക്കംസ് ഇൻ ദ ടോപ്പ് 5. ഇവിടെയാണ് എണ്ണപ്പെരുപ്പം കൊണ്ട് നമുക്ക് എന്ത് കാര്യം എന്നതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കേണ്ടി വരുന്നത്. പിസ എന്ന് പറയുന്ന പ്രോഗ്രാം ഫോർ ഇൻ്റർനാഷണൽ സ്കൂൾ അസസ്മെൻ്റ് എന്ന് പറയുന്ന റിപ്പോർട്ട് OECD ഓരോ വർഷവും പുറത്തു വരുന്ന റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ മുമ്പ് ഓരോ വർഷവും ഇന്ത്യ പങ്കെടുക്കാറുണ്ടായിരുന്നു. അവസാനമായി പങ്കെടുത്ത ഒരു വർഷത്തിൽ ഇന്ത്യയുടെ സ്കൂൾ അസസ്മെൻറ്റിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് 72ാം സ്ഥാനമാണ്. രസകരമെന്ന് പറയട്ടെ, ആ വർഷത്തിൽ ആ അസസ്മെൻ്റ് റിപ്പോർട്ടിൽ ആകെ പങ്കെടുത്ത രാഷ്ട്രങ്ങളുടെ എണ്ണം 73ആണ്. അഥവാ നമ്മൾ ഏറ്റവും ബോട്ടത്തിലേക്ക് നമ്മളെത്തിപ്പോയി. പിന്നെ നമുക്ക് ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ആ പിസ എന്ന് പറയുന്ന സംഘടനയെ തന്നെ നമ്മൾ ബഹിഷ്കരിച്ചു. ഇനി മുതൽ നമ്മൾ സ്കൂൾ അസസ്മെൻ്റ് റാങ്കിങ്ങിനേ ഇല്ല എന്ന് നമ്മുടെ സർക്കാർ തീരുമാനിച്ചു. ഇത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ്. ഇനി കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് എത്തിയാൽ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എത്തിയാൽ, നമുക്കറിയാം ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ്റെ റാങ്കിങ് ഓരോ വർഷവും പുറത്തു വരുന്നുണ്ട്. ആദ്യത്തെ 200 യൂണിവേഴ്സിറ്റികളിൽ, സ്ഥാപനങ്ങളിൽ നമുക്കൊരൊറ്റ എണ്ണം പോലും ഇല്ല. ആകെ വരുന്നത് ബാംഗ്ലൂരിലെ IISc വരുന്നത് 250ാം സ്ഥാനത്താണ്. നമ്മൾ ഇത്രയേറെ പണവും അധ്വാനവും ഒക്കെ ചെലവാക്കിയിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തിനെ ക്വാളിറ്റി വൽക്കരിക്കാൻ, നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ ജനജീവിതത്തിൻ്റെ സ്പന്ദനവുമായി ബന്ധിപ്പിക്കാൻ, നമ്മുടെ ജനജീവിതത്തിൻ്റെ ക്വാളിറ്റി ഉയർത്തുന്നതിൽ വിദ്യാഭ്യാസത്തിനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലകമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ ഖേദകരമായ സംഗതിയായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈയിടെ ഒരു റിപ്പോർട്ടിൽ പറയപ്പെട്ടിട്ടുണ്ട്, 15 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ സ്കൂളുകളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് നയിക്കാൻ ഒറ്റ കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതിൽ 5 ലക്ഷം സ്കൂളുകൾ അടച്ചു പൂട്ടുക, അതിനെ മറ്റ് സ്കൂളുകളുമായി മെർജ് ചെയ്യുക എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നമ്മളുടെ ഓരോ മുക്കിലും മൂലയിലും ഇന്ന് ഇന്ത്യയിൽ സ്കൂളുകളുണ്ട്. നമ്മുടെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ പ്രകാരം ഓരോ 2 കിലോമീറ്ററിലും നമ്മൾ സ്കൂൾ അനുവദിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പോളിസി എന്ന് പറയുന്നത് തന്നെ ഇൻക്രീസിങ് ഇൻ ദ എൻറോൾമെൻറ്റ് റേഷ്യോ, പരമാവധി കുട്ടികളെ എൻറോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി തന്നെ. അപ്പോൾ ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി 2, 3, 4 സ്കൂളുകളെ മെർജ് ചെയ്ത് ഒരു നല്ല സ്കൂളാക്കി മാറ്റിയാൽ അവിടെ വരാൻ വേണ്ടി വിദ്യാർത്ഥികൾക്ക് ബസ്സും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടപ്പിലാക്കുകയാണെങ്കിൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ വമ്പിച്ച മാറ്റങ്ങൾ വരും എന്നൊരു റിപ്പോർട്ടിൽ പറയുകയുണ്ടായി. കാരണം നമുക്കറിയാം, ഈ 5 ലക്ഷം സ്കൂളുകൾ എന്ന് പറയുന്നത്, ആ 5 ലക്ഷം സ്കൂളുകളിൽ 100ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ 1, 2 ടീച്ചർമാരാണ് അവരെ പഠിപ്പിക്കുന്നത്. ഇത് ഗ്രാമീണ ഇന്ത്യയുടെ വിദ്യാഭ്യാസ യാഥാർത്ഥ്യമാണ്. ഈ 1, 2 കുട്ടികൾ ഏതാണ്ട് 5 മുതൽ 10 ക്ലാസ്സുകൾ വരെ എങ്ങനെ പഠിപ്പിക്കും എന്ന ഒരു വളരെ ഭീകരമായ ഒരു ചോദ്യത്തിന് മുന്നിലാണ് നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ ഇത്രയേറെ പരാജയപ്പെട്ട് കിടക്കുന്നത്. അവിടെയാണ് നമ്മൾ എങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുമെന്ന് ആലോചിക്കുന്നുണ്ട്. കർണാടകയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒട്ടേറെ ഉറുദു സ്കൂളുകളുണ്ട്.
വളരെ വിദഗ്ധരായ പല ആളുകളും പറയാറുണ്ട് ഈ ഉറുദു സ്കൂളുകളൊക്കെ അടച്ചു പൂട്ടണം എന്ന്. പക്ഷേ ഉറുദു സ്കൂളുകൾ അടച്ചു പൂട്ടണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥ നമുക്ക് മുന്നിലേക്ക് വരും. പക്ഷേ വളരെ ഭീകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കർണാടകയിലെ നമ്മുടെ കുട്ടികൾക്ക്, ഉറുദു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കന്നഡ അറിയില്ല എന്ന് മാത്രമല്ല 10ാം ക്ലാസ്സിന് ശേഷം അവർക്ക് ഉറുദുവിൽ പഠിക്കാനുള്ള ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ യാതൊരു അവസരങ്ങളും ഇന്ന് ലഭ്യവുമല്ല. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പാരഡോക്സുകൾക്കിടയിലാണ് നമ്മുടെ സമുദായം വിദ്യാഭ്യാസത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതും. അവിടെയാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ടുഡേ ടുമോറോ ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന വലിയൊരു യാഥാർത്ഥ്യം നമ്മളെ തുറച്ചു നോക്കുന്നത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ പങ്കെടുത്തവർക്കും ക്ഷണിച്ചവർക്കും ഒക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.